അതേ ചൂട് ചൂട്. ഇതാണ് നമ്മുടെ പേസ്ട്രി. ഇത് നമ്മൾ ഇതിലാ പപ്സ് ഉണ്ടാക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി പപ്സ്. ഈ ഭാഗമൊക്കെ കണ്ടല്ലേ. ഹലോ ഗായ്സ്, ഇന്ന് നമ്മുടെ ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ്. ഇവിടെ യു കെയിൽ ഇപ്പോൾ ഭയങ്കര തണുപ്പാണ്. തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്രീസിങ് വെതറാണ്. നമുക്ക് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ തണുപ്പാണ്. അപ്പോൾ ഇന്ന് ഞാൻ കരുതി ഈ ചെറിയൊരു നൊസ്റ്റ് പിടിക്കാമെന്ന്. നമ്മൾ നാട്ടിലൊക്കെ ഉള്ളപ്പോൾ സ്ഥിരം കഴിക്കുന്ന ഒരു സ്നാക്കാണ് എഗ് പപ്സ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ യു കെ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു സാധനവും അത് തന്നെ. പക്ഷെ നമുക്ക് ഇവിടെ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് എഗ് പപ്സ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. നമുക്കിവിടെ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ നമുക്കിതിൻ്റെ പേസ്ട്രീസൊക്കെ കിട്ടും. പിന്നെ അത് മാത്രമല്ല, ഇവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലും ഗ്രില്ലിങ്സും അങ്ങനത്തുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ എഗ് പപ്സ് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ ഞാൻ കരുതി ഇപ്പം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആണല്ലോ, സോ എഗ് പപ്സ് ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. സോ നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാം. ഗൈസ്, എഗ് പപ്സ് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം തന്നെ എന്താ വേണ്ടത്? നമുക്ക് മുട്ട വേണമല്ലേ. നമുക്ക് ആദ്യം മുട്ട നമുക്ക് പുഴുങ്ങാൻ ഇടാം. എന്താ, ഇവിടെ എല്ലാവരും ഡിഷ് വാഷേഴ്സ് പാത്രം കഴുകാനാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് അല്ലാതെ പാത്രം കഴുകുന്നതാണ് കേട്ടോ സാറ്റിസ്ഫാക്ഷൻ. സോ ഞാനല്ലാതെ കഴുകിയിട്ട് ഡിഷ് വാഷറിൽ കയറ്റി വയ്ക്കും, വെള്ളം തോരാൻ വേണ്ടിയിട്ട്. ഇതൊരു ഐഡിയ എന്ന് എനിക്ക് തോന്നി. അതുമല്ല, കുറച്ച് പാത്രം അവിടെ ഒതുങ്ങിയിരുന്നോളുമല്ലോ. നമ്മുടെ എഗ്സ് റെഡിയാണ്. നമുക്ക് ആദ്യം എഗ്സ് വേവിക്കാനിടാം. എന്താ, ഇത്രയും വെള്ളം എടുക്കണ്ടേ, കുറച്ച് വെള്ളം എടുക്കുക. നമുക്കൊരു ഈ അടുപ്പ് എപ്പോഴും ഇങ്ങനെ തണുപ്പാണെന്നുണ്ടെങ്കിൽ ഇത് ആദ്യം ഓണായി വരാൻ കുറച്ച് പാടായിരിക്കും. നമുക്ക് 4 മുട്ട ഇടാം. 4 മുട്ട ഇട്ട് കഴിഞ്ഞാൽ ഒരു 8 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. അതായത് ഒരു മുട്ട നമ്മൾ പകുതിയാക്കും. അങ്ങനെ നമുക്ക് 8 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. സോ നമുക്ക് 4 മുട്ട വേവിക്കാനിടാം. അപ്പം നമ്മുടെ മുട്ട വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് ഉള്ളി അരിഞ്ഞ് റെഡിയാക്കാം. എൻ്റെ ഉള്ളിയൊക്കെ ഞാൻ ഇവിടെ കേട്ടോ സ്റ്റോർ ചെയ്തേക്കുന്നത്. നമുക്കൊരു 2-3-4 ഉള്ളിയുടെ ആവശ്യമുള്ളൂ. എന്തായാലും നമുക്ക് ഇത്ര എടുത്തോണ്ട് പോവാം. എന്നിട്ട് കാരണം ഇത് പല പല സൈസിലുള്ള ഉള്ളിയാണ്, അപ്പോൾ നമുക്ക് ഉള്ളി എടുത്തിട്ട് അരിയുന്നതിനനുസരിച്ച് നമുക്ക് നോക്കാം എത്ര ക്വാണ്ടിറ്റി, എത്ര ഉള്ളി നമുക്ക് ആവശ്യമുണ്ടെന്നുള്ളത്. ഇവിടെ മുട്ട തിളയ്ക്കുന്നതേ ഉള്ളൂ. ഒരാൾ കണ്ട് പപ്സ് തിന്നാൻ റെഡിയായിട്ട് വന്നേക്കുക. ആയിട്ടില്ല, വെയിറ്റ് ചെയ്യണം. ഉള്ളി ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഷിടേന്ന് അരിഞ്ഞാട്ടെ, എനിക്ക് പപ്സാക്കി തരാം. ഞാനിപ്പോൾ ഇങ്ങനത്തെ 3 ഉള്ളി എടുത്തേക്കുന്നത്. നമുക്ക് നോക്കാം ഇത് അരിഞ്ഞ് വരുമ്പം എത്രയും ക്വാണ്ടിറ്റി ഉണ്ടെന്ന്. അതിനനുസരിച്ച് നമുക്ക് ഉള്ളിയുടെ എണ്ണം കൂട്ടാം ഗൈസ്. നമുക്ക് ഉള്ളി കുനുകുന അരിയാം ഗൈസ്. ആ മുട്ട വെന്താണ്, അതൊന്ന് ഓഫാക്കിയേക്കാമോ? പാനൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇത്തിരി എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. നമ്മുടെ ഈ എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഉള്ളി ഇടാം. ഉള്ളി അവിടെയൊക്കെ വീണു ഗൈസ്. നമുക്ക് ഈ ഉള്ളിയുടെ അരികിലോട്ട് ഇത്തിരി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നമുക്ക് നമ്മുടെ ഈ ഒറിജിനൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആക്കിയിട്ടിടുന്നതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റായി. ഇതിപ്പം എൻ്റെ കയ്യിൽ റെഡിമെയ്ഡ് ജിഞ്ചർ ഗാർലിക് ഉള്ളത് കൊണ്ട് ഞാൻ അതിടും. എനിക്ക് മെനക്കിടാൻ വയ്യ. സോ ഞാൻ ഈ പേസ്റ്റ് ഇടാമെന്ന് കരുതി. അത് ജസ്റ്റ് ഒന്ന് എണ്ണയിലൊന്ന് ഇതാക്കി വിടണേ. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. എന്നിട്ട് നമുക്ക് ബാക്കി ഉള്ളിയുടെ കൂടെ കിടന്നത് സെറ്റായിക്കോളും. നമുക്ക് ബാക്കി ഉള്ളിയും കൂടെ ഇടാം. നമ്മുടെ ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഈ ഉള്ളിക്കകത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇരിക്കാം. ഉള്ളി നല്ല വെന്ത് കിട്ടണം.
എങ്കിലേ നമുക്ക് ആ ഒരു എഗ് പപ്സിൻ്റെ ഉള്ളിലെ ഫില്ലിങ് നല്ല ടേസ്റ്റായിട്ട് ഇരിക്കത്തുള്ളൂ. സോ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ഉള്ളി വേവിക്കാം. നമുക്ക് കുറച്ച് നേരം അടച്ചു വയ്ക്കാം. അപ്പോൾ പെട്ടെന്ന് വേവും. നമ്മുടെ ഉള്ളി അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്ത് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ആദ്യം കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇത് നല്ല മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിയൊക്കെ കൂടുതൽ വേണ്ടുന്നവർ അതിനനുസരിച്ച് കൂടുതൽ മുളക് പൊടി ഇട്ടാണേ. ഇത് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ, കാരണം ഒരുപാട് എരി വേണ്ട. സോ നമ്മൾ കുറച്ചൊരു മീഡിയം സ്പൈസി ആണ് ഇട്ടേക്കുന്നത്. ഇനി നമുക്കിതിന് കുറച്ച് ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചിക്കൻ മസാല ഇടാം. ചിക്കൻ മസാല കുറച്ചിട്ടാൽ മതി, ഒരു ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിൽ ഒരിത്തിരി കുരുമുളക് പൊടി ഇടാം. കുരുമുളക് പൊടി കുറച്ച് മതി, കാരണം കൂടുതലായി കഴിഞ്ഞാൽ എരി കൂടും. സോ അത്ര മതി. ഈ പൊടികളെല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം അടച്ചു വെച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു പൊടിയുടെ ഫ്ലേവറെല്ലാം ഈ ഒരു ഉള്ളിയിലോട്ട് നന്നായിട്ട് മിക്സ് ആവും. നമുക്ക് അടച്ചു വയ്ക്കുന്നതിന് മുന്നേ കുറച്ച് മല്ലിയില ഇട്ട് അടച്ചു വയ്ക്കാം. അപ്പോൾ ആ ഒരു മല്ലിയിലയുടെയും കൂടെ ടേസ്റ്റ് ഈ ഒരു ഉള്ളിക്ക് കിട്ടും. നമ്മുടെ ഉള്ളി ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇത് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കോറിയാണ്ടറിൻ്റെ നല്ല മണം കിട്ടുന്നുണ്ട് കേട്ടോ. ആ ഉള്ളിയുമായിട്ട് മിക്സായിട്ട് നല്ല മണമുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കെച്ചപ്പ് കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ പേസ്ട്രിക്കകത്ത് ഇതെല്ലാം കൂടി ഫില്ല് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ഗ്രില്ലറിൽ ടൈമിംഗ് ഒക്കെ സെറ്റ് ചെയ്ത് ടെമ്പറേച്ചറെല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചാൽ മതി. ഇതാണ് നമ്മുടെ പേസ്ട്രി. നമുക്കിങ്ങനെ തന്നെ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ പറ്റും. ഇത് റെഡി പപ്സ് പേസ്ട്രി. അപ്പം നമുക്കിത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെയുള്ള ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള എഗ് പപ്സും പിന്നെ ക്രോസൻ്റ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിന് നമുക്ക് കട്ട് ചെയ്യാമേ. ഇതാദ്യം ഞാൻ കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇതിനെ ഈക്വൽ ഷീറ്റാക്കും. ഇങ്ങനെ ഈക്വലാക്കി മാറ്റിയതിന് ശേഷം പിന്നെ അതിനെയായിരിക്കും വീണ്ടും ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈസി ആയിട്ട് 8 പീസാക്കാൻ പറ്റും. നമ്മളിപ്പം ഈക്വലായിട്ട് 2 പാർട്ടാക്കിയിട്ടുണ്ട്. സോ ഇനി ആ 2 പാർട്ടിൽ നമ്മൾ വീണ്ടും ഈക്വലായിട്ട് ഇതേപോലെ 2 പാർട്ടാക്കണം. ഇതേപോലെ നമുക്ക് ഇപ്പുറത്തും ഈക്വലാക്കാം. ഇനി നമുക്കിതിനകത്ത് ഫില്ലിങ്സ് വയ്ക്കാമേ. ഈ ഓരോ പീസുണ്ടല്ലോ, നമുക്ക് ഈ ഓരോ പീസിലും ഫില്ലിങ്സ് വയ്ക്കാം. നമുക്കിപ്പോൾ 8 പീസുണ്ട്. നമുക്ക് ആദ്യം കുറച്ച് വയ്ക്കാം, കാരണം എല്ലാത്തിലും ഫില്ലിങ്സ് എത്തുമെന്ന് അറിയത്തില്ല. ഇത് കുക്കായി വന്നപ്പോഴത്തേന് ഫില്ലിങ്സ് കുറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു. സോ നമുക്ക് കുറച്ച് ആദ്യം വെച്ച് കൊടുക്കാം. ഓരോ ഷീറ്റിലും നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച മുട്ട ഇനി അതിൻ്റെ പുറത്ത് വയ്ക്കാം. ഒരാളോട് മുട്ട തൊലിക്കാൻ പറഞ്ഞതാണ്. മുട്ടയുടെ ഒക്കെ ഷേപ്പ് കണ്ടില്ലേ, പല മുട്ടയ്ക്കും നുള്ളി പിച്ചി എടുത്തതുപോലെ ഉണ്ട്. ഇപ്പോൾ ഇത് തിന്നതാണോ മുട്ട തൊലിച്ച വഴിക്ക്? ഈ മുട്ട വെച്ചതിന് ശേഷം നമുക്കിത് ഇങ്ങനെ കവർ ചെയ്യാം. നമുക്ക് പല ഷേപ്പിലാക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ഈ ഷേപ്പ് തന്നെ ഫോളോ ചെയ്യണമെന്നില്ല. പിന്നെ നമ്മുടെ മുട്ട പപ്സിൻ്റെ ഒരു ഷേപ്പ് ഇതായതുകൊണ്ട് ഞാൻ ഇത് തന്നെ അങ്ങ് ഫോളോ ചെയ്യുന്നതേ ഉള്ളൂ. നമുക്ക് പല അതെ, ഇതിൻ്റെ ജന്മനുള്ള ഷേപ്പ് ഇതാ. നമുക്ക് പല ഷേപ്പിൽ വയ്ക്കാം. നമ്മളിപ്പോൾ ഇങ്ങനെ വെച്ചില്ല, ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മുടെ ഫോർക്ക് ഉണ്ടല്ലോ, ഫോർക്ക് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്കൊരു ഡിസൈനായിട്ട് കിട്ടും. അങ്ങനെയൊക്കെ നമുക്ക് പല ഷേപ്പിലാക്കാൻ പറ്റും. പക്ഷെ ഞാനിപ്പം വേറെ ഷേപ്പൊന്നും ആക്കുന്നില്ല. നമ്മുടെ നാടൻ മുട്ട പപ്സിൻ്റെ ഷേപ്പ് തന്നെ മതി നമുക്ക്.
നമ്മൾ ഈ പേസ്ട്രി ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് നമ്മൾ ആക്കണം. ആയില്ലേ പിന്നെ ഇത് ഈ പുറത്തെ ആ ഒരു ടെമ്പറേച്ചറിലുമായിട്ട് പെട്ടെന്ന് ഈ പേസ്ട്രി മെൽറ്റാവും. മെൽറ്റായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ് നമുക്ക് ആ ഒരു ഷേപ്പിലൊക്കെ ആക്കി കിട്ടാനൊക്കെ. പേപ്പറോട്ട് ഒട്ടുകയും ചെയ്യും. പിന്നെ നമ്മൾ വിചാരിക്കുന്ന ഒരു ഷേപ്പ് ഈ സാധനം കിട്ടത്തുമില്ല. സോ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് ഫില്ലിങ് ചെയ്ത് കുക്ക് ചെയ്യാൻ വെക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതായത് ഇപ്പോൾ കുറച്ച് നേരം ആയിട്ടേ ഉള്ളൂ, എന്നിട്ട് പോലും ഇവിടെ അത്യാവശ്യം തണുപ്പുമുണ്ട്, എന്നിട്ട് പോലും അത് ചെറുതായി മെൽറ്റായി. പിന്നെ നമ്മുടെ ഈ കിച്ചണിൽ ഒരിത്തിരി എന്താ പറയുന്നത്, ടെമ്പറേച്ചർ ഇത്തിരി കൂടുതലാണ്. അപ്പോൾ നമുക്ക് ചെറിയൊരു ചൂടൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് മെൽറ്റായതാണ്. ഇത്രേ ഉള്ളൂ. മുട്ട പപ്സ് നമുക്ക് ഭയങ്കര എളുപ്പമാണ്. നമുക്ക് പെട്ടെന്ന്, നമ്മൾ നാട്ടിലൊക്കെ സ്ഥിരം കഴിക്കുന്ന സാധനം, നമുക്കിവിടെ വരുമ്പം ഇത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരു ഐറ്റം ആണിത്. പക്ഷേ നമുക്കെന്താ, ഇവിടെ പേസ്ട്രീസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇത് കുക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇതാ കേട്ടോ നമ്മുടെ ഗ്രില്ലറിൻ്റെ ട്രേ. അപ്പം നമ്മൾ അതിലോട്ട് ഇത് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം അതിന് ശേഷം നമുക്ക് ഒരു മുട്ട എടുക്കുക. ആ മുട്ട ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് ഇതാ ഇങ്ങനെ ആക്കുക. എന്നിട്ട് നമ്മളിനി പപ്സിൻ്റെ മുകളിൽ ഇത് ഫുള്ള് അപ്ലൈ ചെയ്യും. എന്നിട്ട് നമുക്ക് നേരെ അതെടുത്ത് ഗ്രില്ലറിൽ വെച്ചാൽ മതി. എന്നിട്ട് ടൈമും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ കിടന്നായിക്കോളും. പപ്സ് റെഡി. ഇത്രയേ ഉള്ളൂ പരിപാടി. നമുക്ക് പെട്ടെന്ന് തന്നെ കലാപരിപാടി തീർക്കാൻ പറ്റും. സോ ഇനി നമുക്ക് നമ്മുടെ ഗ്രില്ല് നമ്മൾ ഓൾറെഡി നമ്മൾ കുറച്ച് നേരം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നമുക്ക് ഏകദേശം ഒരു ചൂടാക്കി ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് പപ്സ് കയറ്റി വയ്ക്കാം. ഇപ്പം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അത്യാവശ്യം ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് കൊണ്ട് സംഭവം സെറ്റാകും കേട്ടോ. നമ്മൾ ടൈമർ സെറ്റ് ചെയ്താൽ മതി. ഒരു 10-15 മിനിറ്റ്, അതിനകം നമ്മുടെ പപ്സ് ഓക്കെ ആയിരിക്കും. നമ്മുടെ പപ്സ് ഏകദേശം സെറ്റായിട്ടുണ്ട് ഗൈസ്. നമുക്കിനി പുറത്തെടുക്കാം. ഓക്കെ, ഞാൻ ഓവൻ ഓഫാക്കട്ടെ. ഓക്കെ, നമ്മൾ ഓവൻ ഓഫാക്കിയിട്ടുണ്ട്. നമുക്ക് പപ്സിൻ്റെ അവസ്ഥ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ല ചൂട് വരുന്നുണ്ട്. യെസ്, നമ്മുടെ പപ്സ് സെറ്റായി. ഇതൊക്കെ കണ്ടില്ലേ. അങ്ങനെ നമ്മുടെ നാട്ടിലെ തനി നാടൻ പപ്സ്, മുട്ട പപ്സ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴിക്കാമല്ലേ. ഏകദേശം ചൂടൊന്ന് ചെറുതായിട്ട് മാറിയിട്ടുണ്ട്, പക്ഷെ എന്നാലും ചൂട് വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ല ചൂടാട്ടോ. ഇത് ഭയങ്കര ക്രിസ്പി ആയിട്ടുണ്ട്. തൊടുമ്പോഴേ പൊടിഞ്ഞു പോവാന്ന്. ഭയങ്കര സോഫ്റ്റ് ആൻഡ് ക്രിസ്പി സാധനം. അകത്തോട്ട് കയറാൻ പറ്റത്തില്ല കേട്ടോ, നല്ല ചൂടുണ്ട്. ആ ഒരു പേപ്പർ സഹിതം കരിഞ്ഞു പോയേക്കുന്നത്. പേപ്പറും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പപ്സ് വേണ്ടവർ കമൻറ്റ് ചെയ്താൽ അയച്ചു തരും. അതെ, പപ്സ് വേണ്ടുന്നവർക്ക് അയച്ചു തരുന്നതായിരിക്കും പാഴ്സൽ. പോയാ നല്ല സോഫ്റ്റ് ആയിട്ട്, നല്ല ക്രിസ്പി ആയിട്ട്, നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി പപ്സ്. ഈ ഭാഗമൊക്കെ കണ്ടല്ലേ. ഇനി നമുക്ക് കഴിക്കാം. ഞാൻ പപ്സ് ഉണ്ടാക്കി തീരുന്നിടം വരെ വന്ന് നോക്കി നിൽക്കുമായിരുന്നു, ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട്. നോക്ക്, ഓ നല്ല ചൂടുണ്ട് കേട്ടോ. എങ്ങനുണ്ട്? പതേ ചൂട് ചൂട് അവിടെയൊക്കെ ഇട്ട്. ഇത് നല്ല ചൂടാർന്ന പപ്സ്.